നമസ്കാരം. യൂട്യൂബിൻ്റെ പുതിയ ടിപ്പിലേക്കുള്ള യൂട്യൂബ് എന്നാ പറഞ്ഞ മലയാളം ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് എൻ്റെ ഒരു ചാനലിൽ തന്ന യൂട്യൂബ് അൽഗരിതം, അതായത് കൂടുതൽ ക്ലിക്ക് കിട്ടാൻ, ക്ലിക്ക് ബൈറ്റ് എന്നതിന് പറയുമല്ലോ, കേട്ടിട്ടുണ്ടാവും. ക്ലിക്ക് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ എൻഗേജ് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അൽഗരിതം നമുക്ക് എൻ്റെ വേറൊരു ചാനലിൽ യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് യൂട്യൂബിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്, അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുള്ള. യൂട്യൂബിൽ ഏതൊക്കെ വീഡിയോ എങ്ങനെയൊക്കെ ചെയ്താൽ ചാനലുകൾ രക്ഷപ്പെടും അല്ലെങ്കിൽ കൂടുതൽ വ്യൂ വരും എന്നുള്ള ഒരു സംവിധാനം യൂട്യൂബിലുണ്ട്. അതിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെച്ചോ, യൂട്യൂബിൽ അൽഗോരിതം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഏതൊക്കെ കണ്ടൻറ്റാണ് കൂടുതൽ യൂട്യൂബിൽ സെർച്ചിങ് കിട്ടുക, ഏതെങ്കിലും കൂടുതൽ വ്യൂ കിട്ടുക, അങ്ങനത്തെ ഒരു സംഭവം. അതിൽ ഒന്നാമത് വലിച്ചു കിട്ടാതെ കാര്യങ്ങൾ പെട്ടെന്ന് പറയാമല്ലോ. ഒന്നാമതായിട്ട് യൂട്യൂബ് പറയുന്നത് ഹോപ്പ്, പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഇത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ വീഡിയോസ് കാണാൻ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രതീക്ഷകളുണ്ടാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റ് ചില ചാനലുണ്ട്, ഒരു മലയാളത്തിലൊരു ചാനലുണ്ട്, അവർ വീട് ഇങ്ങനെ പണിത് കൊടുക്കുക. അത് അവർ പാവപ്പെട്ടവരെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാണിക്കുന്നു, എന്നിട്ട് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആയിട്ടുള്ളൊരു സംഭവങ്ങൾ കാണാൻ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ തന്നെ ഹീറോ എന്ന് പറഞ്ഞാൽ അവർ ഒരു സബ്ജക്റ്റ് പറയുന്നതാണ്. ഹീറോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഹീറോ ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് പേര് ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്നാമത് ഇപ്പോൾ ചെയ്യുന്നത് ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കുക എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റും കൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് വണ്ടിക്കാരെയൊക്കെ പറഞ്ഞിരുന്നു. അത് അവൻ സ്വയം ഹീറോ ആകുന്നതാണ്. അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ക്ലിക്കാവും. ഇത് ഞാൻ പറയുന്നതല്ല, യൂട്യൂബ് പറയുന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് എടുക്കണ്ട. യൂട്യൂബ് എനിക്ക് പറഞ്ഞു തന്ന അൽഗരിതത്തിൻ്റെ ഇത് ഇട്ട് കാണിച്ചു തന്നാണ്. ഇപ്പോൾ ഓരോ ടിപ്പുകൾ യൂട്യൂബ് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ ഹീറോ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നിങ്ങളെ സ്വയം എന്നാ പറയണ്ടേ, ഒരു സിനിമാ നടനാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്റ്റാർ ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഐഡിയകളൊക്കെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ മെയിൻ ഒരു സെൻറ്റർ ആയിട്ട് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ ഫേസിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഐഡിയയാണ്. പല ഐഡിയകളുണ്ടല്ലോ, ഒത്തിരി ഐഡിയകളുണ്ട്. നിങ്ങളൊരു സ്റ്റാർ വാലി പോലെ ഒരു കണ്ടോ, പല യൂട്യൂബ് ചാനലിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലർ ഇൻ്റർവ്യൂ ആയിട്ട് ചെയ്യുന്നത്, ചില ഇൻ്റർവ്യൂവിന് എന്നാ പറയണ്ടേ, കോളേജ് പിള്ളേരോട് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അതല്ലെങ്കിൽ വലിയ വലിയ സംരംഭകരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അതല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഒരു സ്റ്റാർ വാല്യൂ ആണ് കൂടുന്നത്. പിന്നെ അടുത്തത് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് പറയുന്നത് സ്റ്റഡി എന്നാണ് യൂട്യൂബ് പറയുന്നത്. സ്റ്റഡി അതായത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പഠനം, അറബിക് പഠനം, അല്ലെങ്കിൽ ഹിന്ദി പഠനവുമായി ബന്ധപ്പെട്ട് ടെക്നോളജി പരമായിട്ട് അതൊക്കെ പഠനത്തിൽ പെടുന്നതാണ്. ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിയാണല്ലോ നെറ്റ് സെർച്ച് ചെയ്യുന്നത്. അപ്പം ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്ത് സബ്ജക്റ്റും, അത് ടെക്നോളജി ആവാം അല്ലെങ്കിൽ ക്ലാസ്സുകളാവാം, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ 3 കണ്ടൻറ്റാണ് യൂട്യൂബ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരുന്ന അൽഗരിതത്തിലുള്ള കണ്ടൻറ്റുകൾ. ഹീറോ, ഹോപ്പ്, അതുപോലെ തന്നെ സ്റ്റഡി. ഈ 3 കണ്ടൻറ്റുകളാണ് കൂടുതലും ആളുകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ തന്നെ നമ്മളും കൂടുതൽ ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ കാണാറുണ്ട് അല്ലേ. സ്റ്റഡിയിൽ മറ്റേ ട്യൂട്ടോറിയൽ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഹൗ ടു മേക്കിംഗ് ബിരിയാണി, ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് കൊടുക്കുന്ന അതൊരു സ്റ്റഡി മെറ്റീരിയലാണല്ലോ. അതുപോലെ ഈ M4Tech എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി കാണിക്കുന്നുണ്ട്, അതൊരു സ്റ്റഡി മെറ്റീരിയലാണ് അല്ലേ. അപ്പോൾ അതിന് കൂടുതൽ ക്ലിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കും. ഞാൻ ഈ പറഞ്ഞ 3 പോയിൻറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കും, ഒത്തിരി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗരിതം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പലരും ചെയ്തിട്ടേക്കുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സൈറ്റിൽ തന്നെ കയറിയാൽ കാണും യൂട്യൂബിൻ്റെ അൽഗരിതം എന്താണെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അൽഗരിതം ഉപയോഗിച്ച് തന്നെ വീഡിയോ ചെയ്യുക. അപ്പം മറ്റൊരു ടിപ്പായി കണ്ടുപിട്ടാം.